ഒരു കാലത്തെ കാര്യമാണ്. വൈകുന്നേര സമയം ഒരു വേട്ടക്കാരൻ വേട്ടയ്ക്കായി കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു. ഇത് എന്തൊരു കാടാണ്, ഒരു മൃഗത്തെയും കിട്ടുന്നില്ല. ഇവിടെ വന്നതിപ്പോൾ തെറ്റായോ? പെട്ടെന്നവന് മുമ്പിൽ നിന്ന് ഒരു സിംഹം വരുന്നതായി കണ്ടു. എന്റെ ദൈവമേ, സിംഹം! അതിനെ കണ്ട് വേട്ടക്കാരൻ പേടിച്ചു. കുടുകുടാന്ന് വിറയ്ക്കാൻ തുടങ്ങി. അവൻ ശരിക്കും പേടിച്ചുപോയി. കയ്യിലുണ്ടായിരുന്ന തോക്കും താഴെ പോയി. ചെടികളുടെ ഇടയ്ക്ക് പോയി ഒളിച്ചു. അയ്യോ, വേറെ ഒരു മൃഗത്തെയും കിട്ടിയില്ലേ? സിംഹത്തിന് തല്ല കിട്ടിയല്ലോ. ഞാൻ മാനിനെ വേട്ടയാടാനാ വന്നത്. സിംഹം വേട്ടക്കാരന്റെ അടുത്തെത്താറായി. അവൻ അവനെ മണക്കാൻ തുടങ്ങി. വേട്ടക്കാരൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ആരെങ്കിലും സഹായത്തിനായിട്ട് വിടുമോ എന്ന്. അപ്പോൾ അവിടെ ഒരു കൊക്ക് വന്നു. അവൻ പറന്ന് പറന്ന് ഒരു മരത്തിന്റെ അടിയിൽ വന്നിരുന്നു. അവിടെ സിംഹമുണ്ടായിരുന്നു. അരെ വാ, ഒരു കൊക്ക്! ഇങ്ങനെ പറഞ്ഞ് സിംഹം നേരെ കൊക്കിന്റെ അടുത്തോട്ട് വന്നു. എന്നാൽ കൊക്കിന് നല്ല ബുദ്ധിയുണ്ടായിരുന്നു. എപ്പോഴും പറന്ന് താഴെ തറയിലിരിക്കുമായിരുന്നു. ഇങ്ങനെ കൊക്ക് സിംഹത്തിനെ ഒരുപാട് ദൂരെ കൊണ്ടുപോയി. അപ്പോഴാണ് വേട്ടക്കാരന് ജീവൻ വീണത്. ആ കൊക്കിന് കോടാനുകൂടി നന്ദി. സിംഹത്തിന്റെ ശ്രദ്ധ മാറി. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് മരിച്ചേനെ. ഇത് പറഞ്ഞ് വേട്ടക്കാരൻ അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോ ആകാശത്തുനിന്ന് ഒരു പക്ഷി താഴെ വീണു. അവനെ രക്ഷപ്പെടുത്തിയ കൊക്ക് തന്നെയായിരുന്നു. കൊക്കിന്റെ തലയില് ഒരു വജ്രമുണ്ടായിരുന്നു. വയറില് ഒരു തടിക്കഷ്ണം കുത്തിക്കേറിയിരുന്നു. അത് കാരണം ചോര ഒഴുകുന്നുണ്ടായിരുന്നു. കൊക്ക്, നീ ആ കൊക്ക് തന്നെയല്ലേ സിംഹം ആക്രമിക്കാൻ നോക്കിയ കൊക്ക്? അയ്യോ, ഞാൻ രക്ഷപ്പെട്ടു. സിംഹത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് വേട്ടക്കാരന്റെ കയ്യിൽ പെട്ടു. ഇനി ഞാൻ രക്ഷപ്പെടില്ലെന്ന് തോന്നുന്നു. നീ ഒന്നോർത്തും പേടിക്കണ്ട. നിന്റെ പിറകെ ആ സിംഹം അപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ അത് എന്നെ തിന്നുമായിരുന്നു. നീ എന്റെ ജീവൻ രക്ഷിച്ചു. ഞാൻ നിന്നെ കൊല്ലില്ല. നീ എന്നോട് ഒരു കാര്യം പറയ്. നിന്റെ തലയിലുള്ള ആ രത്നം എന്താണ്? നിന്റെ വയറ്റിലെങ്ങനെയാണ് ഈ കമ്പ് വന്നത്? അയ്യോ, ആ സിംഹത്തിന്റെ അടുത്ത് ഞാൻ അകപ്പെട്ടില്ലേ? അത് കഴിഞ്ഞ് ഞാനൊരു മരത്തിന്റെ അടുത്തേക്ക് ഓടി. അതിന്റെ കമ്പ് വന്നെന്നെ കുത്തി. ഈ കാണുന്ന രത്നമില്ലേ, ഇതിലാണ് എന്റെ ജീവൻ തന്നെ ഉള്ളത്, അറിയാമോ? ഇത് തലയുടെ മുകളിലുള്ളത് വരെ ഞാൻ മരിക്കില്ല. എത്ര തന്നെ പരിക്കേറ്റായാലും ശരി. അതുകൊണ്ടാണ് വേദനയിലും ഞാൻ ജീവനോടെ ഉള്ളത്. നീ പേടിക്കണ്ട. നീ എന്റെ ജീവൻ രക്ഷിച്ചു. ഞാൻ നിന്നെ ഉറപ്പായും രക്ഷിച്ചിരിക്കും. ഇത് പറഞ്ഞ് വേട്ടക്കാരൻ കൊക്കിന്റെ വയറിൽ നിന്നും തടിയൂരി. എന്നിട്ട് അവന്റെ മുറിവിൽ മരുന്ന് തേച്ചു. അതുമാത്രമല്ല, അവൻ ആ കൊക്കിനെ 2 ദിവസം അവന്റെ ടെന്റിൽ കിടത്തി. ഇപ്പൊ കൊക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ശരിയായി. പ്രിയപ്പെട്ട കൊക്കെ, നിനക്കിപ്പോൾ ഭേദമായി. ഞാൻ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവുക. ഞാൻ ഉറപ്പായും ഇനി നിന്നെ കാണാൻ ഇവിടെ വരും. ശരി വേട്ടക്കാരൻ സുഹൃത്തെ, എപ്പോൾ വേണമെങ്കിലും വരൂ. നിനക്ക് എൻ്റെ എന്തെങ്കിലും ആവശ്യം വേണമെങ്കിലും നിനക്കെന്നെ വിളിക്കാം. ഈ രത്നത്തിന് എത്രത്തോളം ശക്തിയുണ്ടെന്നാൽ നീ എപ്പോൾ വിളിച്ചാലും ഇത് തിളങ്ങാൻ തുടങ്ങും. നിന്റെ അടുത്തേക്ക് വരാനുള്ള വഴിയും കാണിച്ചു തരും. എന്താ പറഞ്ഞത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് എനിക്ക് ഉറപ്പായും പരിശോധിച്ചേ പറ്റൂ. ഞാൻ പോയിട്ട് വരാം. ഇത് പറഞ്ഞ് വേട്ടക്കാരൻ അവിടുന്ന് പോയി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം വേട്ടക്കാരന്റെ കാലിലൊരു മുറിവ് വന്നു. അവൻ അതിനെ ചികിത്സിച്ചു. പക്ഷെ എന്നിട്ടും അവന് കുറച്ചേ നടക്കാൻ പറ്റുന്നുള്ളൂ. അയ്യോ, ഇങ്ങനെ സംഭവിച്ചല്ലോ. ജോലി ചെയ്ത് പണവും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ വീട്ടിൽ തന്നെ കിടന്ന് വിശന്ന് ഞാൻ മരിക്കുമെന്ന് തോന്നുന്നല്ലോ. അവൻ വിഷമിക്കുകയായിരുന്നു. അപ്പോൾ അവന് കൊക്കിനെ ഓർമ്മ വന്നു. പ്രിയപ്പെട്ട കൊക്കെ, എനിക്ക് നിന്റെ സഹായം വേണം. വേഗം എന്റെ അടുത്തേക്ക് വാ. അവൻ ഇത്രയും പറഞ്ഞപ്പോ എത്രയോ ദൂരത്തിരുന്ന കൊക്കിന്റെ തലയിലിരുന്ന വജ്രം മിന്നാൻ തുടങ്ങി. അവന് മനസ്സിലായിരുന്നു. വേട്ടക്കാരൻ എന്നെ വിളിക്കുന്നു, എനിക്ക് പോയേ പറ്റൂ. ഇങ്ങനെ പറഞ്ഞ് കൊക്ക് പറന്നു.
കുറച്ചു നേരം കഴിഞ്ഞപ്പോ വേട്ടക്കാരന്റെ വീട്ടിലെത്തി. പ്രിയപ്പെട്ട കൊക്കെ, നീ പറഞ്ഞത് സത്യമാ? നീ യഥാർത്ഥത്തിൽ വന്നു? പറയൂ വേട്ടക്കാരൻ സുഹൃത്തെ, നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇത് കേട്ടപ്പോ വേട്ടക്കാരൻ കൊക്കിന്റെ അടുത്ത് എല്ലാം തുറന്നു പറഞ്ഞു. അത് കേട്ട് കൊക്ക് പറഞ്ഞു, നിന്റെ ഈ അസുഖമൊന്നും എനിക്ക് ഭേദമാക്കാൻ പറ്റില്ല. എന്നാൽ നിനക്ക് വേണ്ട ഭക്ഷണങ്ങൾ എനിക്ക് തരാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞു കൊക്ക് പറന്നുപോയി. കുറച്ചു നേരം കഴിഞ്ഞ് അവന്റെ വായിൽ ഒരു മീനെ കൊണ്ടുവന്നു. ഇതാ സുഹൃത്തെ, ഈ മീൻ പാകം ചെയ്ത് സന്തോഷത്തോടെ കഴിക്ക്. വേട്ടക്കാരന് നല്ല വിശപ്പായിരുന്നു. അവൻ മീനിനെ വേവിച്ച് അപ്പൊ തന്നെ അങ്ങ് വെട്ടി വിഴുങ്ങി. നല്ല രുചിയുണ്ട്. ഇന്ന് ഭക്ഷണം കിട്ടി. എന്നാൽ നാളെ എന്ത് ചെയ്യും ഞാൻ? നീ വിഷമിക്കണ്ട, ഞാൻ ദിവസവും ഇതുപോലെ എന്തെങ്കിലും നിനക്ക് വേണ്ടി കൊണ്ടുവന്ന് തരാം. ഇത് കേട്ട് വേട്ടക്കാരന് സന്തോഷമായി. കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ കൊക്ക് എന്നും വേട്ടക്കാരന് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായി കൊണ്ടുവരും. പിന്നീട് ഒരു ദിവസം വേട്ടക്കാരന് ഒരു കത്ത് വന്നു. ഇത് എന്റെ അനുജന്റെ ലെറ്ററാണ്. പ്രിയപ്പെട്ട ചേട്ടാ, നിങ്ങളെ അറിയിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ വളരെ വലിയ ധനികനായി. അടുത്ത മാസം എന്റെ കല്യാണമാണ്. എന്റെ കല്യാണത്തിന് നിങ്ങൾ ഉറപ്പായും വരണം. കത്ത് വായിച്ചപ്പോഴേക്കും കണ്ണും തള്ളി അവിടെ ഇരിപ്പായി. എന്നിട്ട് ആ കത്ത് വലിച്ചു കീറി. ഇവിടെ ഭക്ഷണം കഴിച്ച് ഞാൻ സന്തോഷിക്കുന്നു. എന്റെ അനിയൻ പണക്കാരനായെന്നു, കല്യാണം കഴിയാൻ പോകുന്നു. ഇത് എനിക്ക് ഒട്ടും ഇഷ്ടമായതേയില്ല. എന്നാൽ ഞാൻ എങ്ങനെ ഇപ്പോൾ പണക്കാരനാകും? ഇതാലോചിച്ച് അവന് കൊക്ക് പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. എന്നിട്ട് അവൻ തീരുമാനിച്ചു, ആ കൊക്കിന്റെ തലയിൽ ഒരു രത്നമുണ്ട്. സമയമായിരിക്കുന്നു. അതുപയോഗിച്ചാൽ എനിക്കും പണക്കാരനായി മാറാം. ഇതാലോചിച്ച് അവൻ അവന്റെ തലേണയുടെ അടിയിൽ ഒരു കത്തി വെച്ചു. എന്നിട്ട് കട്ടിലിൽ കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ വേട്ടക്കാരന് വേണ്ടി കൊക്ക് വലിയൊരു മാംസത്തിന്റെ കഷ്ണം കൊണ്ടുവന്നു. എഴുന്നേൽക്ക് സുഹൃത്തെ, നിന്റെ ഭക്ഷണം വന്നിരിക്കുന്നു. ഇത് കേട്ടതോടെ വേട്ടക്കാരൻ ഒരു കൈയിൽ കത്തി പിടിച്ച് മറ്റു കൈ കൊണ്ട് കൊക്കിന്റെ കഴുത്തിന് പിടിച്ചു. സുഹൃത്തെ, നീ എന്തായി ചെയ്യുന്നത്? എനിക്ക് പണക്കാരനാകണം, അതും ഇന്ന് തന്നെ. ആ രത്നം എനിക്ക് തരൂ. ഇങ്ങനെ പറഞ്ഞു കൊക്കിന്റെ കഴുത്ത് അവൻ അങ്ങ് വെട്ടി. എന്നിട്ട് അവന്റെ വജ്രം അങ്ങ് എടുത്തു. എന്റെ അനിയനേക്കാൾ എനിക്കിനി പണക്കാരനായി മാറാം. അപ്പോഴവൻ കണ്ടു അവന്റെ കയ്യിലിരുന്ന വജ്രം അപ്രത്യക്ഷമായി. പിന്നെ ആ മരിച്ചുപോയ കൊക്ക് അവനെ പോലെ തന്നെ വേറൊരു വേട്ടക്കാരനായി. ഇതൊക്കെ എന്താണ്? ഞാനും നിന്നെ പോലെ ഒരു വേട്ടക്കാരനാണ്. ഒരിക്കൽ ഞാൻ അറിയാതെ ഒരു ഗുരുവിനെ അമ്പ് ചെയ്തു. അദ്ദേഹം മരിക്കുമ്പോൾ എന്നെ ശപിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാനൊരു കൊക്കായി മാറി. അതും രത്നമുള്ള കൊക്കായി ഞാൻ മാറി. കാട്ടിൽ ഞാൻ ബുദ്ധിമുട്ടുമ്പോൾ ഞാനൊരു മനുഷ്യനെ രക്ഷിച്ച് അവൻ ഈ രത്നം എന്നെ കൊന്ന് അവൻ കൈക്കലാക്കുമ്പോഴേ ഞാൻ വീണ്ടും മനുഷ്യനായി മാറുമെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ ശാപവിമുക്തി അടയുകയുള്ളൂ. ഇത് കേട്ട് വേട്ടക്കാരൻ ഒന്നും മിണ്ടാതെയായി. അടുത്ത നിമിഷം തന്നെ അവനൊരു കൊക്കായി മാറി. അങ്ങനെ അവന്റെ തലയിലും അതേ വജ്രം വന്നു. പോകൊക്കെ, നിന്റെ സ്ഥലം കാടാണ്. അപ്പോഴാ കൊക്കായ വേട്ടക്കാരൻ സ്വന്തമായി കാട്ടിലങ്ങെത്തി. അങ്ങനെ അവന്റെ ദുഷ്ടതരത്തിനും ആർത്തിക്കും നല്ല ശിക്ഷ തന്നെ കിട്ടി.